പക്ഷെ എന്താ നേരിടാൻ അത്ര നേരിട്ടു ഇല്ല. സത്യ സത്യ അപ്പൊ ഇതില് പറയണത് വാടകയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങളൊക്കെ ഇനിയിപ്പൊ അവരെ ആവുന്നു. അതെ അമ്മേ, അതാ പറയണതേ. അതായത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്കിപ്പോ അവര് വാടക തന്നോണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വാടക കൊടുത്തോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ മാർച്ച് 31 ശേഷം ഈ കടയുടെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടുന്ന പറയണത്. എന്ത് തോന്നിയാസാടാ ഈ പറയണത്? തോന്നിയാസാ ഞാൻ പറയണതല്ല അമ്മേ, സർക്കാർ പറയണത് അങ്ങനെയാണ്. ഇപ്പോ സർക്കാരാണ് അത് പറയാൻ പാടില്ല. അത് സർക്കാരിന്റെ ആണോ? അത് നമ്മുടെ അല്ലേ? അപ്പൊ നമ്മളല്ലേ തീരുമാനിക്കണം അത് ആർക്ക് കൊടുക്കണമെന്ന്. അതെ, അതന്നെയാണ് വേണ്ടത്. അതൊന്നും നടക്കില്ല. നടക്കില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവരോടൊക്കെ അവിടെ മാറാൻ പറയും. അല്ല, അവരോടൊപ്പം അങ്ങോട്ട് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞപ്പോ അവര് മാറുവോ? എന്താടാ ബുദ്ധിയില്ലേ നിനക്ക്? നീ അവിടെ ഇപ്പൊ കുറച്ചെങ്കിലും ഒരു ഇവരുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? അതിലിപ്പോ അവിടെ മറ്റേ ശീതളനാണ് കുറച്ചൊരു പകുതിരിവുള്ളത്. ശീതളനോ? സുഗതം പക്ഷെ അത്ര ശരിയില്ല. ഒരു കാര്യം ചെയ്യാ, ശീതളനെ വിളിച്ചിട്ട് പറയേ ഒന്ന് അവിടുന്ന് മാറണം, ആ കടമുറിയൊക്കെ ഒന്ന് വലുതാക്കാൻ പോവാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വാടകയ്ക്ക് വരാൻ പറയും. അമ്മ മാറണമെന്ന് പറഞ്ഞാ പിന്നെ മാറുമല്ലോ, അത് പറയാലോ നമുക്ക്. പറയടാ. എന്നാ വിളിച്ചു പറയാം. അതെ, ഇക്കാര്യൊന്നും മിണ്ടണ്ട. അത് പറയണ്ട. അല്ല, അതൊക്കെ ഇവര് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഹലോ ഹലോ. ശീതള, എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഞാൻ ഇന്നലെ അതില് വരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ വരാൻ പറ്റിയില്ല. അതെല്ലേ? അല്ല, വാടകയുടെ സമയം ആയിട്ടില്ലല്ലോ. അല്ല, വാടകയ്ക്കല്ല, ഇത് വേറൊരു കാര്യം പറയാനേ. എന്തായിരുന്നു? ഒന്നുമില്ല. ഞങ്ങളിപ്പോ എന്താണെങ്കിൽ നമ്മുടെ കടമുറികൾ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അവിടുന്ന് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ വേറെ വലിയൊരു ബിൽഡിംഗ് കെട്ടാനുള്ള പരിപാടിയില്ല. അതെല്ലേ? അപ്പൊ അതിന്റെ മുകളിലേക്കും കെട്ടണം. ഒരു മൂന്ന് നില മുകളിലേക്ക് പണിയാനൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ എപ്പോഴെങ്കിലും അത് അധികം വൈകാതെ തന്നെ അവിടുന്ന് മാറാനുള്ള ഒരു സൗകര്യം ആലോചിച്ചോ. അല്ല, അതിപ്പോ നമുക്കിപ്പോ അവിടെ സൗകര്യം കുറവൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് സൗകര്യം കൂട്ടാനല്ല, ഞങ്ങൾക്ക് ആ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ വേറെ പണിയാനാണേ. അല്ല, അതായിക്കോട്ടെ. അതിപ്പോ നമുക്കേ പെട്ടെന്ന് അതിന്റെ ഇത് നടക്കില്ല. എന്താ വെച്ചാലേ നമുക്കത് അങ്ങനെ പെട്ടെന്ന് കച്ചവടം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റില്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ. നമുക്ക് ഈ ലോണും പിന്നെ കൂറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണല്ലോ സത്യമായിട്ട് കച്ചവടം നടക്കണത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുന്ന സമയമാണേ. അപ്പൊ നമുക്ക് ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിട്ട് വലിയൊരു പീരീഡ് നമ്മള് ഗ്യാപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ആ കച്ചവടം ആകെ തകർന്നു. ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വേറൊരു കട കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് മാറിക്കോ. 3 ദിവസം കൊണ്ടോ?
വേണ്ട, നിങ്ങൾ ഒരു 5 ദിവസം എടുത്തോ അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോ. ഒരാഴ്ച കൊണ്ട് എവിടെ കിട്ടുക? അല്ല അങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ബിൽഡിംഗ് പണിയണ്ടേ വേറെ? ബിൽഡിംഗ് നിങ്ങൾ ഇപ്പൊ പണിയണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. ഞങ്ങളൊന്ന് ഒന്ന് ഒന്ന് പച്ച പിടിക്കട്ടെ. അപ്പൊ നീ മാറൂലേ? മാറില്ല എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കച്ചവടം നിർത്തുന്ന പറഞ്ഞൊന്നും നിർത്താൻ പറ്റില്ല കേട്ടാ. എന്നാ പിന്നെ നീ ഒരു കാര്യം മനസ്സിലായിക്കോ. നീ മാത്രല്ല മറ്റേ സുഗതന്റെ അടുത്തും ആ സ്തുതിയുടെ അടുത്തും ഒക്കെ പറഞ്ഞോ. ആരടുത്തും പറയാൻ പറ്റില്ലേക്ക്. അല്ല കട ഒഴിഞ്ഞേ പറ്റൂന്ന്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് മാറില്ല. നിങ്ങളിപ്പോ ഈ പറയുന്നത് സംസാരിക്കണതിന്റെ കാര്യമൊക്കെ എന്താന്നൊക്കെ ഞങ്ങക്ക് മനസ്സിലായി. എന്നാ പിന്നെ അതെ എന്നാ പിന്നെ എന്താ വേണ്ടേ ഞങ്ങൾക്ക് അറിയാൻ. ഒഴിപ്പിക്കാനുള്ള മാർഗം ഞങ്ങൾ നോക്കും. ഓ ആയിക്കോട്ടെ. ശരി. അതെ അമ്മേ, ശീതള ഇറങ്ങില്ല എന്നാ പറയണത്. ഇറങ്ങല്ലാന്ന് പറയാൻ അവനാരാ? ഞാൻ അതല്ല, ശീതള ഇറങ്ങിയില്ലെങ്കിൽ മറ്റൊരു 2 പേര് ഇറങ്ങൂല. എവിടെ പോയ അവന്മാരെ വിളിച്ച് ഇറക്കടാ അങ്ങോട്ട്. എന്റെ മുതലാത് അല്ല നിന്റെ തന്നെ. എന്തുവാടാ കേട്ടാ ഈ ഒരു വർത്താനത്ത് നിൽക്കണ്ട. തല്ലി തീർക്കണം. അതന്നെ അമ്മേ, രാത്രിക്കത്തെ ചോറിന്റെ അരി എനക്ക് വേണ്ട. ഞാൻ ജയിലിൽ നയിച്ചോ. എന്താ ചെറുക്കന് ഒരു മാറ്റില്ലല്ലോട്ടാ. പോയി ഇറക്കടാ. അച്ഛാ ഞങ്ങള് പൊക്കോളാം. അച്ഛൻ വരണം. ഞാൻ വരാണ്. അച്ഛൻ വരണ്ടാ. ഞാൻ വരാണ്. അച്ഛൻ വരണ്ടാ. വന്നോട്ടെ, ഒരു ആഗ്രഹമില്ല. ചോദിക്കാന്ന് പറഞ്ഞ അകത്തേക്കേ പോണത്. ശീതളിന് അവിടെയുള്ളത് പുറത്തേക്കല്ലേ പോണ്ടത്. ഡ്രസ് മാറ്റണ്ടേ? ഒന്നിനൊരു ചൗര്യമില്ല, ചൂടുമില്ല. ശീതള, നീ ഇതെന്തിനു പൂട്ടണത്? അവര് വിളിച്ചു പറഞ്ഞു കരുതിട്ട് പേടിച്ചിട്ട് പൂട്ടാൻ നിൽക്കുക. ഇവിടെ ഞാൻ തുറന്നിരിക്കുന്ന കാണാല്ലേ? നിങ്ങൾ തുറന്നിരിക്കണം എന്ന് പറഞ്ഞത് ഈ മിഷണറി ആരും വെച്ചുകൊണ്ടുമില്ല. ഇത് പലചരക്കടെ 4 ആൾക്ക് അരി പോയ കഴിഞ്ഞില്ലേ? സന്തോഷം ഇരിക്കേണ്ട ഒരു സമയത്ത് വെറുതെ പേടിച്ചിരുന്നിട്ട് എന്ത് പേടി എന്ന് പറയണത്? എന്തിനു വെറുതെ അവനവന്റെ മുതല് കളയണേ? എന്തിനു ബേജാറ് കാണിക്കുന്ന പിന്നെ നിങ്ങള്? സർക്കാർ പറഞ്ഞല്ലേ, നമ്മള് തീരുമാനിച്ചല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാർച്ച് 31 വരെ ഇത് പൂട്ടിയിടാനുള്ള പരിപാടിയാ? മാർച്ച് 31 വരെ പൂട്ടിയിടാന്നുള്ള എല്ലാ ഉദ്ദേശം. ഇന്നിപ്പോ പത്രത്തിൽ ഇതിൽ കണ്ട സ്ഥിതിക്ക് അവരെന്തായാലും വരും. അത് ഉറപ്പല്ലേ? ആ വരുന്ന സമയത്ത് ഒരു വക്കാണത്തിന് തർക്കത്തിന് 4 സാധനം പിടിച്ചാണ്ട് പുറത്തേക്ക് ഇട്ട് അത് നാശമായി കഴിഞ്ഞാ പിന്നീട് ഹായി പോയി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മുതലും ഇവിടെ പോലേ. അവരിങ്ങോട്ട് വന്നോട്ടെ, ഞാനില്ല ഇവിടെ. കാണണല്ലോ. ഇന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് വായിച്ച നീ? ഇത് മറ്റേ പിന്നെ കടമുറിക്കാർക്ക് വാടകക്കാർക്ക് ഇനി കടമുറി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാ? സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളു. പക്ഷെ അത് നടക്കില്ല. അതെന്താ 31-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാലോ? എങ്ങനെ എടുക്കാൻ പറ്റും? അല്ലാതെ നിയമല്ലേ, സർക്കാരിന്റെ അല്ലേ? സർക്കാരാണോ എന്റെ കടമുറി വെച്ചത് അച്ഛനല്ലേ? അല്ലേ? ഞങ്ങൾക്ക് 2-3 വാടകക്കാരുണ്ടല്ലോ. അവരിപ്പോ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഒഴിയുന്നില്ല. അവരൊഴിയോ ഞങ്ങൾ നോക്കട്ടെ. വടിയും കൊണ്ടൊക്കെ? വടിയും കൊണ്ട്. അടുത്ത പ്രാവശ്യം വാള് കൊണ്ടാവില്ല. വെട്ടൊന്ന് കണ്ടിട്ടുണ്ട്. അതാണ് മുനമ്പത്ത് തറവാട്ടാറ്. ആട്ടി കാണണ വാടാ. അതെ, ഇവിടെ എന്തായാലും നടന്ന അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടാ. നിങ്ങൾ അവിടെ എന്താ? ശീതളിനെ ഞാൻ ഫോൺ ചെയ്തില്ലേ? ശീതളിനെ ഞാൻ ഫോൺ ചെയ്താ? ഫോൺ ചെയ്തു. എന്താ നീ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന് പറ. പോവാൻ പറ്റില്ല. അതെന്താ പോവാൻ പറ്റില്ലാന്ന്? നിങ്ങളങ്ങോട്ട് പറയുമ്പോ പോകൂല. അതെ, കട ഞങ്ങളുടെയാണ്. അച്ഛനാണ് ഈ കട പണിത ആള്, അല്ലാണ്ട് സർക്കാരല്ല. അസലായിട്ട് മാസം വാടക തരണ്ടല്ലോ. മാസം വാടക തരുന്നുണ്ടെന്നോ? മാസം വാടക തരണ്ടേ? പിന്നെ അത് തരണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഈ കട കൊണ്ട് വേറെ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞോളണം. ഞാൻ നിങ്ങളോട് പറയുമ്പോ ഒഴിയാൻ പറ്റില്ല. ലക്ഷങ്ങളുടെ മുതൽ അതിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ടേക്കണ ഞങ്ങള്. എന്റെ മുതലായത് അതിന് വാടക എന്റെ മുതലാ. നിങ്ങൾ ചാടി കളിക്കല്ലേ? നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് തന്നിട്ടല്ലേ ഇവിടെ കയറിയിരുന്ന ഞങ്ങള് അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് ആ അഡ്വാൻസ് നിങ്ങളുടെ തന്നെയല്ലേ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഇരിക്കണേ. എന്നിട്ട് മാസം നിങ്ങൾക്ക് വാടകയും തരുന്നില്ലേ? തരണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഈ വാടകയും ഈ അഡ്വാൻസ് ഒക്കെ തരണേ. ഞങ്ങള് കച്ചവടക്കാര് ഒരു കച്ചവടം പിടിച്ചു പറ്റി 4 കച്ചവടം നടക്കണ സമയത്ത് വന്നിട്ട് ഇറങ്ങിക്കോളേന്ന് അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പോവാ. അതെ സുഗത, നിന്നോട് കൂടെ പറയണത്. ഞാനൊരു ഡേറ്റ് പറയാം. നിങ്ങൾ ഇന്നൊഴിയണ്ട, നാളെ ഒഴിഞ്ഞോ. എന്ത് വർത്താനങ്ങൾ പറയണേ? സത്യശീല, ഞാനൊരു കാര്യം പറയാം. 31-ാം തീയതി വരെ, ഈ മാർച്ച് 31-ാം തീയതി വരെ ഞങ്ങൾ ഒഴിയില്ല. 31-ാം തീയതി വരെ മാറൂല. മാർച്ച്
മാർച്ച് 31 ഉള്ളിൽ ഈ മാസത്തെ വാടക തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കടമുറി ഞങ്ങളുടെ സ്വന്താണ്. പിന്നെ ഇവിടെ കാലെടുത്ത് വെച്ചാ അങ്ങല്ലേ നിലവിളിക്കല്ലേ? കഴുത്തൊക്കെ ആരോ പിടിച്ച് തിരിച്ചിട്ടുണ്ട്. തിരിച്ചതന്നെ ഇത്രയ്ക്ക് ദേഷ്യൂ? വൈദ്യരെ നിലവിളിക്കണ്ട. ഇല്ല, മുനമ്പത്തെ തറവാട് എന്ന് പേര് കേട്ടതാണ്. കൊല്ലും കൊലയും നടത്തിയ തറവാടാണ്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടി. ഞാനും ടൗണിൽ എവിടെങ്കിലും ഒരു കട നോക്കാം ഉണ്ണി. അല്ല, ഇതാകുമ്പോ 31 തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണം. നമ്മുടെ ആയില്ലേ കട. ഇത് നേരെയാക്കിട്ട് ഞാൻ വൈദ്യരെ തള്ളേണ്ടി വരും. ഇത് നേരെയാക്കും. ഇത് മുഴുവൻ ചതവാ. കിഴി പിടിക്കണം. നീ കിഴി എടുത്തോണ്ട് വരാമേ. വേഗം വാ. എല്ലാരത്തില്ലേ ഇപ്പം വരാൻ പറഞ്ഞ എന്താന്നറിയാലോ? നമ്മള് വാടകയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങള് കണ്ടോ കൊണ്ടുപോകാൻ പോവാ. നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ സ്വത്താ. അത് കണ്ടവും കൊണ്ടുപോയി അനുഭവിക്കാന്ന് പറയണത് എവിടെ തന്നെയായാ അല്ലേ? അപ്പൊ ഈ മാർച്ച് 31 മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്തിട്ടായാലും നമ്മുടെ മുതല് നമ്മൾ തിരിച്ചു പിടിക്കണം. എന്റെ പൊന്ന് സത്യേട്ടാ, ഈ വാർത്ത പത്രത്തിൽ വായിച്ച പിന്നെ ഇരിക്കപ്പുറതിയില്ല. കേസിന് പോയിട്ടൊന്നും കാര്യമില്ലടോ. കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരാണ്. ഇത് എന്ന് തീരും എപ്പോ തീരും എന്നുള്ളതിനൊന്നും ഒരു കണക്കുണ്ടാവില്ല. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയിപ്പോ. അമ്മേ, ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ഇല്ല, അതാണ് പറയണത്. അതെ, ഇനിയിപ്പൊ കൂടുതലൊന്നും ആലോചിച്ച് സമയം കളയണ്ട, തല്ലി തീർക്കാം. ഒഴിയാൻ പറഞ്ഞിട്ട് അവർ ഒഴിയണില്ല. എടാ, ഒഴിയില്ല അവര്. അവർക്ക് വെറുതെ മുതല് കിട്ടല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് തല്ലി അങ്ങോട്ട് ഓടിക്കുക. നല്ല തല്ല് കിട്ടി കഴിയുമ്പോ ആ ഭാഗത്തേക്ക് പിന്നെ അടുക്കില്ല പറ്റാ. എനിക്കൊരു കാര്യം പറയാൻ. അമ്മ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞ അച്ഛനെ. ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ മാക്സിമം അവരോട് പറഞ്ഞു നോക്കിയില്ലേ? ഒരു രക്ഷയില്ല. അമ്പിന് മില്ല് അടക്കൂല. അതിനുള്ള ആൾക്കാരുണ്ട്. പണി കൊടുക്കാം. ഒരു മിനിറ്റ്. ഹലോ, എന്ത്? ആണോ? ആരാ ചെയ്തത്? എന്നിട്ട് അവരവിടെ ഉണ്ട്. ശരി ശരി. എന്താ എന്താണ്? അമ്മ ഉണ്ണീനെ അടിച്ചു. ആര്? ആരാ? ശീതളിനെ കൂട്ടരാവും.